സിനുജി, നവീൻ ബാബുവിൻ്റെ കേസിൽ ഇന്ന് ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുകയാണ്. അതായത് CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിർണായകമായ തീരുമാനം വരാൻ വേണ്ടി പോവുകയാണ്. അതിൽ വിശദമായ വാദം ഇന്ന് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ജഡ്ജ് അതായത് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ CBI വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിൻ്റെ കാര്യം ബോധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനകത്ത് CBI വരണമെന്ന് കേരള സമൂഹമാകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CBI വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ പോലും എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ആശങ്കയുമുണ്ട് അല്ലേ? അല്ല, കോടതി എന്തായിരിക്കും പറയുന്നറിയോ? സംസ്ഥാന സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ CBI അന്വേഷണം വേണം, അല്ലെ CBI അന്വേഷണത്തോട്ട് മുന്നോട്ട് പോകാൻ പറയും. സംസ്ഥാന സർക്കാർ നിലവിൽ പറഞ്ഞേക്കുന്നത് CBI അന്വേഷണത്തിന് ആവശ്യമില്ല. നിലവിൽ തൃപ്തികരമായ രീതിയിൽ കേരള പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ നിലപാടെടുത്തു. ഒപ്പം ഈ പറയുന്ന CPM-ന്റെ പല നേതാക്കളും പ്രത്യക്ഷമായും പരോക്ഷമായും പറയുന്നുണ്ട് ഈ CBI അന്വേഷണം ഒന്നും ആവശ്യമില്ല. അപ്പോൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അനുജനും അവരുടെ ബന്ധുമിത്രാദികളുമാണ്. അവർ പറയുന്നത് എന്താണ്? നവീൻ ബാബു കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് ഒരു അസ്വാഭാവിക മരണം എന്നല്ലേ പറയപ്പെട്ടത്, അസ്വാഭാവിക മരണത്തിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കുമ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയോ ബന്ധുക്കളോ ആരും സമീപത്തുണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഇവരെ വിളിച്ച് അറിയിക്കുന്നത്. അവിടെ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരാൾ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ തൂങ്ങി നിൽക്കുന്നതിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടത്. ഇത്തരം ഫോട്ടോസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇയാൾ തൂങ്ങി നിൽക്കുമ്പോൾ, അതായത് ADM തൂങ്ങി നിൽക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന ഈ ഡ്രൈവർ അകത്തേക്ക് ആദ്യം കയറുന്നില്ല. അപ്പോൾ ദുരൂഹതകൾ ഒരുപാടുണ്ട്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറയുന്നതിനകത്ത് ചില പോയിന്റുകളുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം അത് ഈ പറയുന്ന എന്താ പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ അല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്താം. ഇവരുടെ ആവശ്യം അതായിരുന്നു. അപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ ദിവ്യ എന്ന് പറയുന്ന ആരോപണ വിധേയ സ്ത്രീയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ വേണ്ട എന്ന് പറയുന്നു. ജില്ലാ കളക്ടർ ഇവരെ അറിയിക്കുകയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ജില്ലാ കളക്ടർ ഒരു നടപടി എടുത്തില്ല. അവിടെ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അതിനുശേഷം മന്ത്രിമാർ CPM നേതാക്കളെല്ലാം കൂടെ നിൽക്കുന്നു. എന്നിട്ട് ഈ സ്വാഭാവികമായി ചടങ്ങുകൾ കഴിയുന്നു. പക്ഷേ മഞ്ജുഷ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിലോ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു വരാൻ CBIയുടെ അന്വേഷണം വേണം. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇതെത്തുമ്പോൾ കോടതി പറയുന്നത് എന്താ? പ്രതിഭാഗം എന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കൃത്യമായി ഇന്ന കാരണങ്ങൾ കൊണ്ട് ആവശ്യപ്പെടുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രതിഭാഗം കാര്യങ്ങൾ നിരത്തേണ്ടി വരും. അപ്പം മഞ്ജുഷ എന്ന് പറയുന്നത് തഹസീൽദാരായി ജോലി ചെയ്ത ഒരാളാണ്. അവർക്ക് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. മാത്രമല്ല, ഒരു ADM ആണ് മരിക്കുന്നത്. അപ്പം മരിച്ച ADM-ന്റെ ഈ ഒരു മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആ കുടുംബത്തിന് തോന്നുകയും അദ്ദേഹത്തിന് ചില ശത്രുക്കളുണ്ടെന്ന് ആ മരണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ പ്രസംഗത്തിലൂടെ വ്യക്തമാവുകയും ചെയ്തതാണ്. അപ്പോൾ PP ദിവ്യയെ അനുകൂലിക്കുന്നതോ PP ദിവ്യയുമായി ബന്ധപ്പെട്ട ഒരു കോക്കസിൻ്റെയോ ഭാഗമായി ആരെങ്കിലും നവീൻ ബാബുവിനെ മർദ്ദിച്ചതാണോ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ഉൾപ്പെടെ രക്തമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയില്ല. അപ്പോൾ ദുരൂഹതകളുടെ പട്ടിക ഒന്നിനു പുറകെ ഒന്നായി നീളുന്നു. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറയുന്നു, ഞങ്ങൾക്ക് കൃത്യമായ സംശയമുണ്ടെന്നും ഇൻക്വസ്റ്റ് നടപടികളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് പൂർത്തിയാക്കിയെന്നും ഇപ്പോഴും അവർ പറയുന്നില്ല. പോലീസ് അവിടെ ഒരു കള്ളക്കളി നടത്തുന്നില്ല. അപ്പോൾ CPM വിചാരിക്കുന്നത് പോലെ, സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത് പോലെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും ഇതിനെ പരിഗണിക്കുക ഇന്ന്? അതെ, ഹൈക്കോടതി നമ്മൾ പറയുകയാണെങ്കിൽ ഹൈക്കോടതി ഈ നിയമത്തിനൊക്കെ അപ്പുറത്തേക്ക് ധാർമ്മികമായ ഒരു വശം കൂടി ഉണ്ടല്ലോ. നമ്മൾ പറയല്ലോ നീതി ദേവത എന്ന് പറയല്ലോ, നിയമവും നീതിയും നടപ്പിലാക്കുന്നതാണ് കോടതി. അപ്പം നീതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആ കുടുംബത്തിൻ്റെ ആവശ്യം അതാണെങ്കിൽ അത് അംഗീകരിക്കണം. ആ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം അത് തന്നെയാണ്. കാരണം ഈ ഭരിക്കുന്ന ഗവൺമെൻറ് ഇടത് ഗവൺമെൻറ്റാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അവരുടെ പോലീസാണ് ഇത് മൊത്തം അന്വേഷിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്ന ഉന്നതൻ്റെ ശിഷ്യയായിട്ടുള്ള ഒരാൾ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരു കേസ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുമ്പോൾ എത്രത്തോളം പോകുമെന്ന് ഏതൊരു നിയമപരിജ്ഞാനം ഇല്ലാത്ത ആളുകൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിയമപരിജ്ഞാനമൊക്കെയുള്ള ഒരുപാട് കേസുകൾ കേട്ട് ബോധ്യമുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു ധാർമ്മികമായ ബോധമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ഈ കേസിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിന് കൊണ്ടുപോയി എന്നൊരു ചോദ്യമുണ്ട്. തൊട്ടപ്പുറത്ത് ഈ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലുണ്ട്. കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെയാണ് എത്രയോ ദൂരെയുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. കിലോമീറ്ററുകൾ ദൂരെയാണ്. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ, ഈ പരാതി കൊടുത്ത പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ആശുപത്രിയാണത്. CPM-ന്റെ ഒരു കോട്ട എന്ന് തന്നെ പറയാം. അവരെന്ത് എഴുതി കൊടുക്കുന്നോ അത് തിരിച്ചെഴുതി കൊടുക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ പോയി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും കുടുംബം വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഈ അയൽ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ കയറിലാണ് ഇദ്ദേഹം തൂങ്ങി നിന്നിരുന്നത് എന്ന് പറയുന്നു. കക്കൂസിലാണ് തൂങ്ങി നിന്നിരുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കക്കൂസിൻ്റെ ഒരു
സ്ഥലത്തൊക്കെ പോയി തൂങ്ങി നിൽക്കാൻ മാത്രം അതിലൊക്കെ ചില അസ്വാഭാവികതകൾ ഇങ്ങനെ നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഏതൊരു മനുഷ്യനും തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന അവരുടെ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതാണ് നല്ലത് എന്ന ബോധത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ഇതിലൊരു വിധി വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്കിലും അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കൃത്യമായി ബോധിപ്പിക്കണം. സർക്കാർ വളരെ കൃത്യമായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു DGP തന്നെ നേരിട്ട് ഈ കേസിൽ ഹാജരാകാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സർക്കാർ ഇതിനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഈ കേസിനകത്ത് CBI വരരുത് എന്ന ഒരു ഉറച്ച ലക്ഷ്യം സർക്കാരിനില്ലേ? ഇതിപ്പം പാർത്ഥൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ പറയുന്ന ADM എവിടെയാണ് തൂങ്ങി നിന്നതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. കക്കൂസിലാകാം അല്ലെ, ഈ അയ കെട്ടുന്ന ഒരു കയറിലാണ് എന്ന് പറയുന്നു. അയ കെട്ടിൽ ഒരു കയറിൽ 55 കിലോയിലധികം ഭാരമുള്ള നവീൻ ബാബു തൂങ്ങി ഇത്രയും നേരം നിന്നോ, അതോ അദ്ദേഹത്തിന്റെ മുട്ടുകുത്തി താഴെ ഇരിക്കുകയായിരുന്നോ, ഒന്നും വ്യക്തമല്ല. ഒരു സാധാരണക്കാരൻ മരിച്ചാൽ പോലും അത് സെൻസേഷണൽ ആക്കാൻ വേണ്ടി പോലീസ് അതിന്റെ ഫോട്ടോകൾ എടുക്കും. അയാളെ മുട്ട് താഴെ കുത്തി, അല്ലെങ്കിൽ അയാളുടെ കഴുത്തിൽ ഇങ്ങനെ മുറിപ്പാടുണ്ട്, അല്ലെങ്കിൽ പിന്നെ മലമൂത്ര വിസർജനം നടത്തി പല കാര്യങ്ങളും ഉപകഥകളും കഥകളും വരും. ഇവിടെ ഒന്നും വരുന്നില്ല. ഇവിടെ ഒന്നിനു പുറകെ കാര്യങ്ങൾ ഒന്നൊന്നായി മറച്ചു വെക്കപ്പെടുന്നു, മൂടി വെക്കപ്പെടുന്നു. ആർക്ക് വേണ്ടി ആര്? അപ്പൊ കേരള പോലീസ് എന്ന് പറയുന്ന അന്വേഷണ സംഘം, ഇത് ജില്ല ഭരിക്കുന്ന CPM അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാർ, ഇവർക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുപോലെ തന്നെയായിരുന്നു ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന പ്രവാസി കൊല്ലപ്പെട്ടപ്പോൾ നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയായിരുന്നു അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ. അവർ പ്രതിസ്ഥാനത്തും. അവരെ എങ്ങനെയൊക്കെയാണ് പോലീസ് സംരക്ഷിച്ചത് നമ്മൾ കണ്ടു. അവസാനം സാജൻ കുറ്റക്കാരനാണ്, സാജൻ തനിയെ തൂങ്ങിച്ചത്തു എന്നുള്ള രീതിയിലേക്ക് കഥ മാറ്റി. എന്ന് പറഞ്ഞാൽ ഇവിടെ PP ദിവ്യ ഇത്ര മോശമായി പദപ്രയോഗങ്ങൾ നടത്തുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ADM-നെ ആക്ഷേപിക്കുന്നു. അതിൽ മനം നൊന്തിരിക്കാം. കൂടാതെ എന്തെങ്കിലും കള്ളക്കളി ദിവ്യയുടെ ഒപ്പമുള്ള ആൾക്കാർ നടത്തുകയും ഒരുപക്ഷെ ഈ പറയുന്ന നവീൻ ബാബു അത്തരം ഫയലുകളുമായി മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തെങ്കിലോ, ഒരു ഭീഷണിയുമായിട്ട് മുന്നോട്ട് വരാമല്ലോ. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് മൗനം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൗനം പാലിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കണമെങ്കിൽ ഒരു കാരണവശാലും കേന്ദ്ര അന്വേഷണം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കേന്ദ്ര അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ഏതൊക്കെ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രതിഭാഗത്തിന് നിലകൊള്ളുന്ന ഈ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകർ വേണം ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ. ഇപ്പം പാർത്ഥൻ പറയുന്നത് പോലെ നീതിയുടെ ഒരു മനുഷ്യത്വപരമായ ഒരു നിലപാടുണ്ടല്ലോ ഇതിനകത്ത്. ആ വീട്ടിലെ തൻ്റെ ഭർത്താവ് മരിച്ചു, ഭാര്യയും പറക്കാൻ പറ്റാത്ത 2 പെൺമക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 2 പെൺമക്കൾ, അതായത് 3 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു റിക്വസ്റ്റ്, അത് ഒരുപക്ഷെ നീതിദേവതയുടെ കാതിൽ അല്ലെ കണ്ണിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് നിലപാടെടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസി, കൃത്യമായി പറഞ്ഞാൽ CBI വരും. CBI വന്നു കഴിഞ്ഞാൽ പല കള്ളത്തരങ്ങളും പൊളിയും. ആദ്യം മുതൽ നമുക്ക് പറയാമല്ലോ, എന്തുകൊണ്ടാണ് ഇവരുടെ ഒരു ഫോട്ടോ പോലും പുറത്തു വരാത്തത്, എന്തുകൊണ്ടാണ് ഇയാൾ തൂങ്ങി നിന്ന കയറിൻ്റെ ചിത്രങ്ങൾ വരാത്തത്, എന്തുകൊണ്ടാണ് ഓട്ടോയിലാണ് ഈ മാരിയമ്മൻ കോവിൽ അടുത്തുനിന്ന് വീട്ടിലേക്ക് വന്നതെങ്കിൽ ആ ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാത്ത, ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ CBI മുന്നോട്ട് വെക്കും. ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘമാണ്. അന്വേഷണ സംഘം ഇത് പറഞ്ഞില്ലെങ്കിൽ അവരെ കുറ്റക്കാരാക്കുമല്ലോ. അപ്പൊ അന്വേഷണ സംഘത്തിൽ ഒരാൾ ഈ വിവരം ചോർത്തി കൊടുക്കും. ഞങ്ങൾക്ക് സർക്കാരിന്റെ ഇത് പ്രഷറുണ്ട്, അല്ലെ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഇത് പ്രഷറുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവം പൊളിഞ്ഞില്ലേ? അപ്പൊ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ഇമേജ് പൂർണ്ണമായി തകരും. അപ്പൊ കേരള സർക്കാരിനെ പാവ പോലെ കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കറിയാം ഇതിനകത്ത് ഒരുപാട് കള്ളക്കളി നടന്നെന്നും നവീൻ ബാബുവിൻ്റെ മരണവുമായി ദുരൂഹതകൾ ഒരുപാടുണ്ടെന്നും അറിയാം. പക്ഷേ നമുക്ക് തെളിവുകളുടെയും പോലീസ് നൽകുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ മാധ്യമങ്ങളിൽ അന്വേഷണാത്മകമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന റിപ്പോർട്ടർക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ മാത്രമേ ഇതിൻ്റെ കുറച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ബാക്കിയുള്ളത് മുഴുവൻ പോലീസ് നൽകുന്ന വിവരമാണ്. പോലീസിന്റെ ഭാഷ്യം എന്നേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ചെറിയ കാര്യം ഈ നവീൻ ബാബു മരിച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് നിരന്തരം പ്രചരിപ്പിച്ച ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രയും ഈ കേസ് ഡയറി പരിശോധിക്കുന്നു, ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്ന റിപ്പോർട്ടർമാർ, അന്വേഷണാത്മക റിപ്പോർട്ടർമാർ കണ്ണൂരിൽ ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും ഇതിലൊരു അസ്വാഭാവികത പ്രകടിപ്പിച്ചില്ല. ഇത് പുറത്ത് കൊണ്ടുവന്ന, അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ നമ്മളടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുഖ്യധാരയിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ശബ്ദിച്ചില്ല. ഇപ്പോഴാണ്, അതായത് മഞ്ജുഷ ഹർജി കൊടുത്തപ്പോഴാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്ക് സംസാരിക്കുന്നത്. കാരണം അത്രയേറെ
അത്രയേറെ മാധ്യമങ്ങളെ അടക്കം നിശബ്ദരാക്കിയിരുന്നു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ. അങ്ങനെ തന്നെയാണ് CPM വിചാരിക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു, അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് വിവരങ്ങൾ പലതും പുറത്തു വന്നത്. അതായത് സാധാരണ ജനങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന ഓൺലൈൻ മീഡിയ ഈ കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കിയപ്പോൾ ഇതിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. അതുകൊണ്ടാണ് പിന്നീട് ഈ ചാനലുകളടക്കം പത്രങ്ങളടക്കം ചെറിയ സൂചനകൾ എന്ന രീതിയിൽ പോകുന്നത്. പക്ഷേ ഒരു പത്രവും ഒരു ചാനലും കൃത്യമായി ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഈ കാര്യം വെളിപ്പെടുത്താൻ മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അവർക്കൊക്കെ മേൽ എവിടെ നിന്നോ സമ്മർദ്ദങ്ങളുണ്ട് അല്ലെ. സർക്കാരിനെ പിണക്കണ്ട, തൽക്കാലം സർക്കാരിനെ പിണക്കിയാൽ നമ്മുടെ പത്രത്തിന്റെ പരസ്യം പോകും, നമ്മുടെ ചാനലിന് കൊണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഇങ്ങനെ പോകട്ടെ എന്ന് പറയും. അപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പത്രം തീരുമാനിക്കുന്നവരെ അതിന്റെ റിപ്പോർട്ടേഴ്സ്, അതിന്റെ സബ് എഡിറ്റേഴ്സ് എല്ലാം കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണം വേണമെന്നൊരു വിധി വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ആകെ തകർന്നു പോകും. മാത്രമല്ല ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ മുഴുവൻ കള്ളത്തരങ്ങളും പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടും. അങ്ങനെ തന്നെ വേണം അല്ലെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് തന്നെയാണ്, അതായത് ഈ കേസ് ഡയറി ചോദിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി പറയാണ് കേസ് ഡയറി എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീട് മൊഴിയെടുക്കാൻ പോയത്. ഈ കലക്ടർ എടുത്തു പോയി മൊഴിയെടുത്ത് പിന്നീട് ഒരു നാടകം കൂടി നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ CBI അന്വേഷണം എന്ത് തന്നെ വന്ന് സംഭവിച്ചാലും CBI അന്വേഷണം വേണമെന്നത് പൊതുസമൂഹത്തിന്റെ കൂടെ ഒരു ആവശ്യമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാണുമെന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മളും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, അത്ര ഒരു അന്വേഷണം. തീർച്ചയായും.